ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. രണ്ട് തരം ലിമിറ്റുകൾ പരിചയപ്പെട്ടു, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും. എന്തായിരുന്നു ലെഫ്റ്റ് ലിമിറ്റ്? വെൻ എക്സ് ടെൻസ് ടു എ മൈനസ്, എക്സ് ടെൻസ് ടു എ മൈനസ് മീൻസ് എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എയോട് അടുക്കുന്നു. അപ്പോൾ എഫ് എക്സ് ടെൻസ് ടു എൽ ആണെന്ന് വിചാരിക്കുക, എഫ് എക്സ് എല്ലിനോട് അടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ എല്ലിനെയാണ് നമ്മൾ എഫ് എക്സിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അതിനിങ്ങനെ എഴുതും, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് എഴുതും. ഇതിൻ്റെ അർത്ഥം എക്സ് ടെൻസ് ടു എ മൈനസ് ആകുമ്പോൾ, എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എയോട് അടുക്കുമ്പോൾ എഫ് എക്സിൻ്റെ ലിമിറ്റ് എൽ, ദാറ്റ് മീൻസ് എഫ് എക്സ് അടുക്കുന്ന വാല്യൂ എൽ, അതിനെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് വിളിക്കും. ഇനി ഇതുപോലെ നമ്മൾ റൈറ്റ് ലിമിറ്റ് പരിചയപ്പെട്ടു. വെൻ എക്സ് ടെൻസ് ടു എ പ്ലസ്, റൈറ്റിൽ നിന്ന് എയോട് എടുക്കുന്നു. അപ്പോൾ എഫ് എക്സ് ടെൻസ് ടു എം ആണെങ്കിൽ നമ്മൾ എമ്മിനെ റൈറ്റ് ലിമിറ്റ് എന്ന് വിളിക്കും. അതിങ്ങനെ എഴുതും, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എം. ഇതിൻ്റെ മീനിങ് എന്താ? എക്സ് ടെൻസ് ടു എ പ്ലസ് ആകുമ്പോൾ, എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് എവിടെ അടുക്കുമ്പോൾ എഫ് എക്സ് എമ്മിനോട് അടുക്കുന്നു എന്നാണ്. അത് അപ്പോഴാണ് എഫ് എക്സിൻ്റെ ലിമിറ്റ് എം എന്ന് പറയുന്നത്. എമ്മിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ലിമിറ്റ്. ഇനി ഈ രണ്ട് ലിമിറ്റുകളും, ഈ ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സും, ഇത് രണ്ടും ഈക്വൽ ആയാൽ, രണ്ടും ഈക്വൽ ടു എൽ ആയാൽ, അപ്പോൾ എല്ലിനെ നമ്മൾ ലിമിറ്റ് എന്ന് വിളിക്കും. നമ്മളതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് എഴുതും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എൽ എന്ന് എഴുതണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സും, ദാറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവണം. അപ്പോഴാണ് അതിനെ നമ്മൾ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറൻ്റ് ആയാൽ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ്, ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയുക. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതായിരുന്നു. ഇനി ഇത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യ ക്വസ്റ്റ്യൻ, കൺസിഡർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 if x less than or equal to 2, x plus 3 if x greater than 2. Examine whether limit x tends to f x exist. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് കണ്ടതാണ്. ഇതേ ഫംഗ്ഷൻ ഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തതാണ്. ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ആ ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആ ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ ലിമിറ്റ്, നമ്മൾ ആൾജിബ്രായിക് മെത്തേഡിൽ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാൻ പോവാം. അപ്പോൾ അതിന് എഫ് എക്സ് എന്ന ഫംഗ്ഷൻ എടുത്തു. എഫ് എക്സ് ഫംഗ്ഷൻ്റെ പ്രത്യേകത കണ്ടല്ലോ. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ എഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1, എന്നാൽ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എഫ് എക്സ് എക്സ് പ്ലസ് 3. നമുക്ക് ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു ലെഫ്റ്റ് ലിമിറ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ്. ഈ എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2-നോട് അടുക്കുന്നു. അപ്പോൾ എക്സ് 2-നോട് അടുക്കുന്നു, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ 2-നേക്കാൾ ലെസ് ആണ്, കുറവാണ്. നമുക്ക് അങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് എക്സ്. എഫ് എക്സിന് പകരം എന്തെഴുതും? എക്സ് ടെൻസ് ടു 2 മൈനസ് ആണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് 2-നോട് എടുക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2-നേക്കാൾ കുറവാണ്. എക്സ് 2-നേക്കാൾ കുറവായാൽ നമ്മൾ എഫ് എക്സ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കൂ. എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 if എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 2 ആയാൽ എഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ എഫ് എക്സിന് പകരം നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കൊടുക്കാം. ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, എക്സ് ടെൻസ് ടു എന്ത് വാല്യൂ ആണോ ആ വാല്യൂ അങ്ങ് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ആ ലിമിറ്റ് കണ്ടുപിടിക്കാൻ. അതായത് ലെസ് ദാൻ 2 ആകുന്ന വാല്യൂവിൽ എഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ആ എക്സ് സ്ക്വയർ പ്ലസ് 1-നകത്ത് എക്സ് ടെൻസ് ടു എന്ത് വാല്യൂ ആണോ പറഞ്ഞിരിക്കുന്ന ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടെൻസ് ടു 2 എന്നാണ്, 2-നോടാണ് എടുക്കുന്നത്. മൈനസ് സൂചിപ്പിക്കുന്ന ലെഫ്റ്റ് സൈഡ് എന്നുള്ളതാണ്, പക്ഷെ അടുക്കുന്ന വാല്യൂ 2 ആണ്. ആ 2 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് 4 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 5. ലെഫ്റ്റ് ലിമിറ്റ് 5 കിട്ടി. ഇനി നമുക്ക് റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ്. അവിടെ ചിന്തിക്കേണ്ട എന്താണ് എഫ് എക്സ്? എക്സ് ടെൻസ് ടു 2 പ്ലസ്. എക്സ് ടെൻസ് ടു 2 പ്ലസ് മീൻസ് എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് 2-നോട് എടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2-നേക്കാളും കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ 2 ആണ്. ഗ്രേറ്റർ ദാൻ 2 ആയാൽ എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 2 ആയാൽ എഫ് എക്സ് എക്സ് പ്ലസ് 3 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് എക്സിന് പകരം എക്സ് പ്ലസ് 3 കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. എക്സിന് ടെൻസ് ടു 2 ആയതുകൊണ്ട് 2 എന്ന വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5. ഇപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയേ? രണ്ട് ലിമിറ്റ് കണ്ടുപിടിച്ചു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് എക്സ് കണ്ടുപിടിച്ചു, അത് 5 കിട്ടി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് എക്സ് കണ്ടുപിടിച്ചു, അതും 5 കിട്ടി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് എക്സ് ഈക്വൽ ടു 5. That means left limit equal to right limit equal to
5. ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ ഈക്വലായി. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് ഉണ്ട്. ആ 5 തന്നെയാണ് അതിൻ്റെ ലിമിറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം therefore limit x tends to 2fx is equal to 5. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ ലിമിറ്റ് കണ്ടതാണ്. ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് ഈക്വൽ ആവും. നിങ്ങൾ ആ ക്ലാസ് ഒന്നുകൂടി കണ്ടാൽ നമുക്ക് ആ ഗ്രാഫ് എങ്ങനെയാണ് ലിമിറ്റ് വന്നതെന്ന് മനസ്സിലാവും. അടുത്ത ചോദ്യം. ഇപ്പോൾ ഇതാണ് മെത്തേഡ്. നമ്മൾ ആ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും കാണണം, റൈറ്റ് ലിമിറ്റും കാണണം. രണ്ട് ഈക്വൽ ആയാൽ അതാണ് ലിമിറ്റ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കൺസിഡർ എഫ് എക്സ് ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3. എക്സാമിൻ വെദർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് എക്സ് എക്സിസ്റ്റ്. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1ഉം എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1ഉം ആണ്. അറിയേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് എക്സ്. നമുക്ക് ആദ്യം ലെഫ്റ്റ് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് എക്സ്. എക്സ് ടെൻസ് ടു 3 മൈനസ് മീൻസ് എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3 എടുക്കുന്നു. എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3 എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എക്സ് 3യേക്കാൾ കുറവാണ്. 3 എടുക്കുന്നുണ്ട്, പക്ഷേ 3യേക്കാൾ കുറവാണ്. അപ്പോൾ എഫ് എക്സിൽ എന്ത് വാല്യൂ കൊടുക്കും? എക്സ് 3യേക്കാൾ കുറവായാൽ എഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണെന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ കാണുന്നു അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ 3 ആയാൽ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണെന്ന് കാണുന്നു. അപ്പോൾ ഇവിടെ ലെസ് ദാൻ 3 ആയതുകൊണ്ട് നമുക്കവിടെ എഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കൊടുക്കാം. ഇനി വാല്യൂ കൊടുക്കുന്നത് എക്സ് ടെൻസ് ടു 3 ആണല്ലോ. അപ്പോൾ 3 സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് 9 മൈനസ് 1 ഈസ് ഈക്വൽ ടു 8. അടുത്ത ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് ടെൻസ് ടു 3 പ്ലസ് മീൻസ് റൈറ്റ് സൈഡിൽ നിന്ന് 3 എടുക്കുന്നു. അപ്പോൾ വാല്യൂ 3യേക്കാൾ കൂടുതലാണ്. 3യേക്കാൾ കൂടുതലായാൽ എഫ് എക്സ് എന്താണെന്ന് വീണ്ടും ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്കൂ. കണ്ടോ, എക്സ് ഗ്രേറ്റർ ദാൻ 3 ആയാൽ എഫ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. ഇനി എക്സ് ടെൻസ് ടു 3 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈനസ് 3 സ്ക്വയർ മൈനസ് 1. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ മൈനസ് 3 ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയർ ഇട്ടാൽ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 3യുടെ സ്ക്വയർ. അത് മൈനസ് 3 ഇൻറ്റു മൈനസ് 3 അത് പ്ലസ് 9 ആണ്. പക്ഷേ ഇവിടെ മൈനസ് 3യുടെ സ്ക്വയർ അല്ല, മൈനസ് പുറത്താണ് കിടക്കുന്നത്. 3ക്കാണ് സ്ക്വയർ ബാധകം. അപ്പോൾ മൈനസ് 3യുടെ സ്ക്വയർ, 3യുടെ സ്ക്വയർ 9 ആണ്. അപ്പോൾ മൈനസ് 3യുടെ സ്ക്വയർ ദാറ്റ് ഈസ് മൈനസ് 9. ബ്രാക്കറ്റ് ഇട്ടിരുന്നെങ്കിൽ അർത്ഥം മാറും. മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്നാവും. അപ്പോൾ പ്ലസ് 9 ആയി പോയേനെ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ മൈനസ് 9 മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 10. നോക്കൂ, ലെഫ്റ്റ് ലിമിറ്റ് 8 കിട്ടി, റൈറ്റ് ലിമിറ്റ് മൈനസ് 10 കിട്ടി. ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് എക്സ്. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറൻ്റ് ആയാൽ അതിൻ്റെ അർത്ഥം ലിമിറ്റ് ഇല്ല എന്നാണ്. therefore limit x tends to 3fx does not exist. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 3x മൈനസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. എക്സാമിൻ വെദർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2fx എക്സിസ്റ്റ് എന്നാണ്. നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ആൻസർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് കിട്ടുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റ് ഡെഫിനിഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗ്രാഫാണത്. ആ ക്ലാസ്സിൽ ഇതിൻ്റെ ഗ്രാഫ് ഒക്കെ കാണിച്ചിട്ട് നമ്മൾ ലിമിറ്റ് ഇല്ല എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ, 5ഓ 5നേക്കാൾ കുറവോ ആണെങ്കിൽ എഫ് എക്സ് കെ എക്സ് പ്ലസ് 1 ആണ്. എന്നാൽ 3x മൈനസ് 5 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5. എന്നിട്ട് അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. എന്നിട്ട് പറയുകയാണ് ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് എക്സ് എക്സിസ്റ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. എങ്കിൽ കെയുടെ വാല്യൂ കാണാൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 5ലെ ലെഫ്റ്റ് ലിമിറ്റും 5ലെ റൈറ്റ് ലിമിറ്റും സെയിം ആവുന്നുണ്ടെന്നാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് എക്സും സെയിം ആവുന്നുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് എക്സ് കണ്ടുപിടിച്ച് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് എക്സ്. എക്സ് ടെൻസ് ടു 5 മൈനസ് മീൻസ് എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 5നോട് എടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5നേക്കാൾ ലെസ് ആണ്, കുറവാണ്. നമുക്ക് ഫംഗ്ഷനിലേക്ക് നോക്കൂ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ എഫ് എക്സ് കെ എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് എഫ് എക്സിന് വരാൻ കെ എക്സ് പ്ലസ് 1 എന്ന് കൊടുക്കാം. ഇനി ആ ലിമിറ്റ് കാണാൻ വേണ്ടി ആ എക്സിൻ്റെ വാല്യൂ ടെൻസ് ടു 5 അല്ലേ, 5നോടല്ലേ എടുക്കുന്നത്. ആ 5ൻ്റെ വാല്യൂ 5 എന്ന വാല്യൂ എക്സിന് പകരം കൊടുക്കുക. അപ്പോൾ കെ ഇൻറ്റു 5 പ്ലസ് 1 ദാറ്റ് ഈസ് 5k പ്ലസ് 1. ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ്. ഇനി നമുക്ക് റൈറ്റ് ലിമിറ്റ് നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 5 ആകുമ്പോൾ എഫ് എക്സ് 3x മൈനസ് 5 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് എക്സ്. എക്സ് ടെൻസ് ടു 5 പ്ലസ് മീൻസ് എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് 5 എടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5നേക്കാൾ കൂടുതലാണ്.
5നേക്കാൾ കൂടുതലായാലും നമ്മളിപ്പോൾ കണ്ടല്ലോ എഫ് എക്സ് 3x മൈനസ് 5 ആണെന്ന്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് 3x മൈനസ് 5. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് വരെ 5 കൊടുത്താൽ 3 × 5 മൈനസ് 5 ദാറ്റ് ഈസ് 15 മൈനസ് 5 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് 5k+1 കിട്ടി, റൈറ്റ് ലിമിറ്റ് 10 കിട്ടി. ക്വസ്റ്റ്യനിൽ പറയുന്നു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗിവൺ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് എക്സ് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സിസ്റ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് എക്സ് എന്താണെന്ന് നോക്കൂ. നമ്മൾ കണ്ടുപിടിച്ചല്ലോ 5k+1 എന്ന്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് എക്സ് അത് നമ്മൾ കണ്ടുപിടിച്ച് 10 ആണെന്ന്. അപ്പോൾ നമുക്ക് എഴുതാം 5k+1 ഈക്വൽ ടു 10. ഇവിടെ നിന്ന് 1 റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ 5k ഈക്വൽ ടു 10 മൈനസ് 1 ദാറ്റ് ഈസ് 9. 5k ഈക്വൽ 9 ഡിവൈഡ് ചെയ്യുമ്പോൾ k ഈക്വൽ ടു 9/5. അടുത്ത ചോദ്യം, f of x is equal to 5 if x less than or equal to 2, ax plus b if 2 less than x less than 10, 21 if x greater than or equal to 10. If limit x tends to 2fx and limit x tends to 10fx exist, find the values of a and b. രണ്ട് ലിമിറ്റുകളാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2fxഉം ലിമിറ്റ് എക്സ് ടെൻസ് ടു 10fxഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ കാണാനാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കൂ. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ 5 ആണ്. പക്ഷെ 2നും 10നും ഇടയ്ക്ക് വന്നാൽ എക്സ് പ്ലസ് ബി 10നേക്കാൾ വലുതായാൽ 21 ആണ്. നമുക്ക് ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2fx എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 2ലെ ലെഫ്റ്റ് ലിമിറ്റും 2ലെ റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. നമുക്ക് ആദ്യം അത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് ആദ്യം 2ലെ ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് എക്സ്. ഓർക്കുക, ടെൻസ് ടു 2 മൈനസ് മീൻസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2നോട് എടുക്കുന്നു. അപ്പോൾ വാല്യൂ 2നേക്കാൾ കുറവാണ്. നോക്കൂ, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കൂ. എക്സ് 2നേക്കാൾ കുറവായാൽ എഫ് എക്സ് 5 ആണ്. അപ്പോൾ അവിടെ ഈ എഫ് എക്സിന് വരെ 5 കൊടുക്കാം. നമ്മൾ ലിമിറ്റിൻ്റെ തിയറം പഠിച്ചപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് അതേ കോൺസ്റ്റൻറ്റ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ 5 ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് 5 തന്നെയാണ്. അപ്പോൾ നമ്മൾ 2ലെ ലെഫ്റ്റ് ലിമിറ്റ് ആക്കണ്ട. ഇനി നമുക്ക് 2ലെ റൈറ്റ് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് എക്സ്. ടെൻസ് ടു 2 പ്ലസ് മീൻസ് റൈറ്റ് സൈഡിൽ നിന്ന് 2നോട് എടുക്കുന്നു. അപ്പോൾ 2നേക്കാൾ വലുതാണ്. 2നേക്കാൾ വലുതായാലും എന്ത് സംഭവിക്കുന്നു നോക്കിയാൽ 2നേക്കാൾ വലുതാകുമ്പോൾ 2നും 10നും ഇടയ്ക്കാണ്. അപ്പോൾ എഫ് എക്സ് എ എക്സ് പ്ലസ് ബി ആ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എഫ് എക്സിന് പകരം എ എക്സ് പ്ലസ് ബി എന്ന് കൊടുക്കാം. നോ, ടെൻസ് ടു 2 പ്ലസ് അല്ലേ, 2നോടല്ലേ എടുക്കുന്നത്. അപ്പോൾ എ എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. a × 2 പ്ലസ് ബി ദാറ്റ് ഈസ് 2a പ്ലസ് ബി. അങ്ങനെ 2ലെ ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് എക്സ് അത് 5 കിട്ടി. 2ലെ റൈറ്റ് ലിമിറ്റ് അതായത് ലിമിറ്റ് എക്സ് ടെൻസ് 2 പ്ലസ് എഫ് എക്സ് അത് 2a പ്ലസ് ബി കിട്ടി. ചോദ്യത്തിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2fx എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റും റൈറ്റ് ലിമിറ്റുകൾ ഈക്വൽ ആവണം. അപ്പോൾ എന്താണ് ഗിവൺ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2fx എക്സിസ്റ്റ്, ദെർഫോർ ലിമിറ്റ് എക്സ് ടെൻസ് ടു ലെഫ്റ്റ് ലിമിറ്റ് അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് എക്സ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് എക്സ്. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 5 എന്ന്, റൈറ്റ് ലിമിറ്റ് നമ്മൾ കണ്ടു 2a പ്ലസ് ബി എന്ന്. അപ്പോൾ 5 ഈക്വൽ ടു 2a പ്ലസ് ബി അല്ലെങ്കിൽ 2a പ്ലസ് ബി ഈക്വൽ ടു 5. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുക. ഇനി ഒരു ലിമിറ്റ് കൂടി പറയുന്നുണ്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 10fx. അപ്പോൾ 10ലെ ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ എടുക്കാം. ഇവിടെ ഫംഗ്ഷൻ്റെ പ്രത്യേകത നോക്കുക. എക്സ് 2നും 10നും ഇടയ്ക്കായാൽ എ എക്സ് പ്ലസ് ബി, എന്നാൽ 10നേക്കാൾ വലുതാകുമ്പോഴാണ് 21. അപ്പോൾ നമുക്ക് 10ലെ ലിമിറ്റ് എടുക്കാം. ആദ്യം നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് മീൻസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 10നോട് എടുക്കുന്നു. അപ്പോൾ വാല്യൂ 10നേക്കാൾ കുറവാണ്. അപ്പോൾ 2നും 10നും ഇടയ്ക്കാണ്. 2നും 10നും ഇടയ്ക്ക് വന്ന എഫ് എക്സ് പറയുന്നുണ്ടല്ലോ, ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ടല്ലോ. എഫ് എക്സ് ബിറ്റ്വീൻ 2 and 10 ആണെങ്കിൽ എക്സ് പ്ലസ് ബി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 10നോട് എടുക്കുക എന്ന് പറഞ്ഞാൽ 10നേക്കാൾ ചെറുതാണ്. അപ്പോൾ തീർച്ചയായും 2നും 10നും ഇടയ്ക്കാണ്. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് എക്സ് എഴുതുമ്പോൾ എഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ബി കൊടുക്കാം. ഇനി എക്സ് ടെൻസ് ടു 10നോടാണ് എടുക്കുന്നത്. അപ്പോൾ എക്സിന് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a × 10 പ്ലസ് ബി ദാറ്റ് ഈസ് 10a പ്ലസ് ബി. അപ്പോൾ 10ലെ ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി. ഇനി അടുത്ത 10ലെ റൈറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് എക്സ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് എക്സ്. ടെൻസ് ടു 10 പ്ലസ് മീൻസ് റൈറ്റ് സൈഡിൽ നിന്ന് 10നോട് എടുക്കുന്നു. അപ്പോൾ വാല്യൂ 10നേക്കാൾ കൂടുതലാണ്. നിങ്ങൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കൂ. എക്സ് 10നേക്കാൾ കൂടുതലായാൽ എഫ് എക്സ് 21 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഫ് എക്സിന് പകരം 21 കൊടുക്കാം. നമ്മൾ ലിമിറ്റ് പഠിക്കുമ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് ആ കോൺസ്റ്റൻറ്റ് തന്നെയാണെന്ന് പഠിക്കുന്നുണ്ട് തിയറത്തിനകത്ത്. അപ്പോൾ 21ൻ്റെ ലിമിറ്റ് 21 തന്നെയാണ്. ഇപ്പോൾ നോക്കൂ, ലെഫ്റ്റ് ലിമിറ്റ് 10a പ്ലസ് ബി കിട്ടി, റൈറ്റ് ലിമിറ്റ് 21 കിട്ടി. പക്ഷേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ ഈക്വൽ ആവണം. ദാറ്റ് മീൻസ് 10a പ്ലസ് ബിയും 21ഉം ഈക്വൽ ആവണം. ഗിവൺ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10fx എക്സിസ്റ്റ്, ദെർഫോർ 10ലെ ലെഫ്റ്റ് ലിമിറ്റായ
ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് എക്സും 10ലെ റൈറ്റ് ലിമിറ്റ് ആയ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് എക്സ് ഇത് രണ്ടും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റ് 21 ആയിരുന്നു, റൈറ്റ് ലിമിറ്റ് 10a പ്ലസ് ബി ആണ്. അപ്പോൾ നമുക്ക് കിട്ടും 10a പ്ലസ് ബി ഈക്വൽ ടു 21. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷനായി. ആദ്യം നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കിട്ടി, 2a പ്ലസ് ബി ഈക്വൽ ടു 5. ഇപ്പോൾ അടുത്ത ഇക്വേഷൻ കിട്ടിയിരിക്കുന്നു 10a പ്ലസ് ബി ഈക്വൽ ടു 21. നമുക്ക് ആ രണ്ട് ഇക്വേഷൻസ് എടുത്ത് എഴുതാം. നോക്കൂ, ബിയുടെ കോയിഫിഷ്യൻ്റ് ഒരേ പോലെയാണ്, അപ്പോൾ മൈനസ് ചെയ്താൽ മതി. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ദാറ്റ് ഈസ് 10a മൈനസ് 2a 8a ആവും. ബി മൈനസ് ബി ക്യാൻസൽ ആയി പോകും. 21 മൈനസ് 5 16. 8a ഈക്വൽ ടു 16. a ഈക്വൽ ടു 16 ബൈ 8 ഈക്വൽ ടു 2. എ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എയുടെ വാല്യൂ കൊടുക്കാം. നമുക്ക് ഒന്നാമത്തെ തന്നെ കൊടുക്കാം. അപ്പോൾ 2a പ്ലസ് ബി ഈക്വൽ ടു 5 കൊടുക്കാം. a 2 അല്ലേ, അപ്പോൾ 2 into 2 പ്ലസ് ബി ഈക്വൽ ടു 5 ദാറ്റ് ഈസ് 4 പ്ലസ് ബി ഈക്വൽ ടു 5 ദാറ്റ് മീൻസ് ബി ഈക്വൽ ടു 5 മൈനസ് 4 ഈക്വൽ ടു 1. അടുത്ത ചോദ്യം, കൺസിഡർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, 0 ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഈ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടുള്ളതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയും. f x is equal to mod x by x if x not equal to 0, 0 if x is equal to 0. Examine whether limit x tends to 0 f x exist. ഈ പ്രോബ്ലത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഏതെങ്കിലും ഒരു വാല്യൂ പറഞ്ഞിട്ട് അതിനേക്കാൾ ലെസ് ആകുമ്പോൾ ഒരു വാല്യൂ, ഗ്രേറ്റർ ആകുമ്പോൾ ഒരു വാല്യൂ, ഇങ്ങനെ പറഞ്ഞു. ലെസ് ദാൻ 2 ആകുമ്പോൾ ഒരു വാല്യൂ, ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഒരു വാല്യൂ. അപ്പോൾ നമുക്ക് 2ലെ ലെഫ്റ്റ് ലിമിറ്റ് കാണാനും 2ലെ റൈറ്റ് ലിമിറ്റ് കാണാനും ലെഫ്റ്റ് ലിമിറ്റ് കാണാനായിട്ട് ലെസ് ദാൻ 2 ആകുമ്പോഴുള്ള വാല്യൂ ഏതാണോ ആ വാല്യൂ ആണ് ഫംഗ്ഷൻ എടുക്കുന്നത്. എന്നാൽ റൈറ്റ് ലിമിറ്റ് കാണാനായിട്ട് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോഴുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ലെസ് ദാൻ 0യ്ക്ക് ഒരു വാല്യൂ, ഗ്രേറ്റർ ദാൻ 0യ്ക്ക് ഒരു വാല്യൂ അല്ല. പിന്നെയോ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ രണ്ടും വരുന്നുണ്ട്. ലെസ് ദാൻ 0യും വരുന്നുണ്ട്, ഗ്രേറ്റർ ദാൻ 0യും വരുന്നുണ്ട്. രണ്ടിടത്തും എഫ് എക്സ് മോഡ് എക്സ് ബൈ എക്സ് ആണ്. എന്നാൽ എക്സ് 0 ആകുമ്പോൾ എഫ് എക്സ് 0 ആയ നമുക്കറിയേണ്ടത് ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഈ പ്രോബ്ലം ഇതുവരെ ചെയ്ത രീതിയിൽ പറ്റില്ല. കാരണം ഇതുവരെ ചെയ്തതൊക്കെ നമ്മളിപ്പോൾ ലെസ് ദാൻ 2ന് ഒരു വാല്യൂ എന്ന് പറഞ്ഞു, ഗ്രേറ്റർ ദാൻ 2ന് മറ്റൊരു വാല്യൂ എന്ന് പറയുന്നു. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് കാണുമ്പോൾ ലെസ് ദാൻ 2ൻ്റെ വാല്യൂ ആണ് ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ ഉപയോഗിക്കുന്നത്. ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഉള്ള വാല്യൂ ആണ് റൈറ്റ് ലിമിറ്റ് കാണാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ പക്ഷേ അത് നടക്കില്ലല്ലോ. ലെസ് ദാൻ 0യ്ക്ക് ഒരു വാല്യൂ, ഗ്രേറ്റർ ദാൻ 0യ്ക്ക് ഒരു വാല്യൂ അല്ല. അപ്പോൾ ആ മാർഗ്ഗം നമുക്ക് കഴിയില്ല. ഇതുവരെ ചെയ്ത മാർഗ്ഗം ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഈ ബോക്സിൽ ചെയ്യുന്ന ഫോമുല ആലോചിക്കുക. നമ്മൾ നേരത്തെ പഠിച്ച ഫോമുലയാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എ മൈനസ് എച്ച്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എക്സ് കാണണമെങ്കിൽ ഈ എക്സിന് വരെ എ മൈനസ് എച്ച് എന്ന് കൊടുക്കുന്നു, എച്ച് ടെൻസ് ടു 0 പ്ലസ് എന്നാക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോമുല, ആ ഫോമുല നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ആവശ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എയുടെ സ്ഥാനത്ത് 0 ആണ്. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് 0 മൈനസ് എച്ച്. എക്ക് വരെ 0 അല്ലേ? limit x tends to 0 plus f of 0 minus h. That is limit h tends to 0 plus f of minus h. f of x mod x by x. അപ്പോൾ f of minus h modulus minus h by minus h. Limit h tends to 0 plus modulus minus h by minus h. Modulus of minus h h ആണ്. അപ്പോൾ h by minus h ക്യാൻസൽ ചെയ്ത് -1 വരും. ലിമിറ്റ് h tends to 0 plus of -1. കോൺസ്റ്റന്റ് ലിമിറ്റ് അതേ കോൺസ്റ്റന്റ് ആണ്. ആൻസർ ഈസ് -1. ഇനി നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് എക്സ് കണ്ടു നോക്കാം. നോക്കൂ, അവിടെ ഈ ഫോമുല ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 പ്ലസ് എഫ് എക്സ് ആണെങ്കിൽ എയുടെ സ്ഥാനത്ത് 0 ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച്. ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് എച്ച്. എച്ച് ആണ് എഫ് ഓഫ് എച്ച്. എഫ് ഓഫ് എച്ച് മോഡ് എച്ച് ബൈ എച്ച് ആണ്. അപ്പോൾ ലിമിറ്റ് എച്ച് 0 പ്ലസ് മോഡ് എച്ച് ബൈ എച്ച്. മോഡ് എച്ച് എച്ച് ആണ്, എച്ച് ബൈ എച്ച് കിട്ടും. ലിമിറ്റ് എച്ച് 0 എച്ച് ബൈ എച്ച് ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് 0 ഓഫ് 1. കോൺസ്റ്റന്റ് ലിമിറ്റ് അത് തന്നെയാണ്. അപ്പോൾ 1 കിട്ടി. ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് സെയിം ആയില്ല. ലെഫ്റ്റ് ലിമിറ്റ് -1, റൈറ്റ് ലിമിറ്റ് 1. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് എക്സ്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. അങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ദെയർഫോർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. നമ്മളിപ്പോൾ ചെയ്ത ഈ പ്രോബ്ലം ഒക്കെ നമുക്ക് അടുത്ത വർഷം കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു സെക്ഷൻ പഠിക്കാനുണ്ട്. ആ കണ്ടിന്യൂറ്റി പഠിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രോബ്ലങ്ങളെല്ലാം ചെയ്ത് പഠിക്കുക. അടുത്ത ചോദ്യം, എക്സാമിൻ വെദർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഓഫ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് എക്സിസ്റ്റ്. എക്സ് ടെൻസ് 2 ആകുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഉണ്ടോ? എക്സ് ടെൻസ് ടു 2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ലിമിറ്റ് എടുക്കണം, ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ്. എക്സ് ടെൻസ് ടു 2 -2 എടുക്കണം, എക്സ് ടെൻസ് ടു 2 +2 എടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബോക്സിൽ കാണിക്കുന്ന നോക്കിയാൽ ലിമിറ്റ് ഇഫ് എക്സ് ടെൻസ് ടു 2 മൈനസ്
എക്സ്റ്റെൻസ് ടു മൈനസ് ആണെങ്കിൽ, അതായത് ലെഫ്റ്റിൽ നിന്ന് ടൂവിനോട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എക്സ് വണ്ണിനും ടൂവിനും ഇടയ്ക്കാണെന്നാണ്, അല്ലെങ്കിൽ ടൂവിനേക്കാൾ കുറവാണെന്നാണ്. അതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈറ്റ് ചെയ്ത് ടൂവിനോട് എടുക്കുന്നു എന്നാണ്. അപ്പോൾ എക്സ് ടുവിൻ്റെയും ത്രീയുടെയും ഇടയ്ക്കുമാണ്. എന്താ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഓർമ്മയുണ്ടല്ലോ. ആ ഡെഫിനേഷൻ വെച്ച് നമുക്കൊരു കാര്യവും പറയാൻ പറ്റും. എക്സ് വണ്ണിനും ടൂവിനും ഇടയ്ക്കാണെങ്കിൽ എക്സ് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1 ആണ്. ടൂവിനും ത്രീക്കും ഇടയ്ക്കാണെങ്കിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 2 ആണ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഇവിടെ ഉപയോഗിക്കാൻ പോവാം. എന്താ നോക്കിയാൽ എന്താണെന്ന്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ്. എക്സ്റ്റെൻസ് ടു 2 മൈനസ് എന്ന് പറയുമ്പോൾ എക്സ് നോക്കൂ, എക്സ്റ്റെൻസ് ടു 2 മൈനസ് എന്ന് പറയുമ്പോൾ എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ടൂവിനോട് അടുക്കുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ 1നും 2നും ഇടയ്ക്കാണ്. എക്സ് 1നും 2നും ഇടയ്ക്ക് വന്നാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ എക്സ് 2നും 3ക്കും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2നും 3ക്കും ഇടയ്ക്ക് വന്നാൽ അവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്. നമ്മൾ ഗ്രാഫൊക്കെ കണ്ടിട്ടുള്ള കണ്ടോ, എക്സ് 1നും 2നും ഇടയ്ക്ക് വന്നാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. പക്ഷേ 2 ഉൾപ്പെടത്തില്ല. 2നും 3ക്കും ഇടയ്ക്ക് വന്നാൽ അത് 3 ആണ്. ഈ രീതിയിലാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ എഴുതാം. എക്സ്റ്റെൻസ് ടു 2 മൈനസ് മീൻസ് എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2നോട് എടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2നേക്കാൾ കുറവാണ്. ദാറ്റ് മീൻസ് 1നും 2നും ഇടയ്ക്കാണ്. 1നും 2നും ഇടയ്ക്ക് വന്നാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സ്റ്റെൻസ് ടു മൈനസ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സിൻ്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഓഫ് 1ൻ്റെ ലിമിറ്റ് 1 തന്നെയാണ്. കോൺസ്റ്റൻറ്റ് ലിമിറ്റ് അതേ കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് എഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് എഫ് എക്സ്. എന്താണ് എഫ് എക്സ്? ടെൻസ് ടു 2 പ്ലസ് മീൻസ് റൈറ്റ് സൈഡിൽ നിന്ന് 2നോട് എടുക്കുന്നു. അപ്പോൾ എക്സ് 2നും 3യുടെ ഇടയ്ക്ക്, 2നും 3യുടെ ഇടയ്ക്ക് വന്നാൽ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ എക്സിൻ്റെ വാല്യൂ 2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഓഫ് 2 എന്ന് എഴുതാം. ദാറ്റ് മീൻ അപ്പോൾ എന്ത് കിട്ടും? 2ൻ്റെ ലിമിറ്റ് 2 തന്നെ കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 1 കിട്ടി, റൈറ്റ് ലിമിറ്റ് 2 കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് എഫ് എക്സ്. 2ലെ ലെഫ്റ്റ് ലിമിറ്റും 2ലെ റൈറ്റ് ലിമിറ്റും സെയിം അല്ല. Therefore ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ സെയിം അല്ല. ഇവിടെ ഒരു പ്രത്യേകത, ഏത് ഇൻറ്റിജർ വാല്യൂ എടുത്താലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ സെയിം ആവത്തില്ല. പക്ഷേ ഇൻറ്റിജർ അല്ലാത്തൊരു വാല്യൂ എടുത്താൽ, ഫോർ എക്സാമ്പിൾ 1.3 എടുത്താൽ 1.3യുടെ ലെസ് എന്ന് പറഞ്ഞാലും 1.3യുടെ ഗ്രേറ്റർ എന്ന് പറഞ്ഞാലും 1നും 2നും ഇടയ്ക്കാം. അപ്പോൾ രണ്ടിടത്തും ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആവുകയും ലിമിറ്റ് സെയിം ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഇൻറ്റിജർ വരുന്നിടത്താണ് ലിമിറ്റ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലിമിറ്റ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.